ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ സെട്രോയിൻ്റെ 2.0 പ്രൊജക്റ്റിനെ പറ്റി ഒരു വീഡിയോ ഇട്ടത്. എന്തായാലും അവർ ഒരുപാട് വലിച്ചു കിട്ടിയൊന്നുമില്ല. ടീസർ ഇറക്കി കുറച്ച് ദിവസം കൊണ്ട് തന്നെ വണ്ടി ഇറക്കി. ഇപ്പോൾ നമ്മുടെ C3X എന്ന് പറഞ്ഞ അവരുടെ പുതിയ 2.0 പ്രൊജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള വണ്ടി അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, വണ്ടി അടിപൊളിയാണ്. അവർ നമ്മൾ വിചാരിച്ചതിലും കുറച്ചധികം കാര്യങ്ങൾ വില കുറച്ചുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ക്യാച്ച്. ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ ആർക്കാണെങ്കിലും പറ്റും, പക്ഷേ അത് പ്രൈസ് കുറച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. നമുക്ക് എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇവരെന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, എക്സ്റ്റീരിയർ ഡിസൈനിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും തന്നെ അവർ ഇതിനകത്ത് വരുത്തിയിട്ടില്ല. നമുക്ക് LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് അവർ കഴിഞ്ഞ അപ്ഡേറ്റിൽ ആഡ് ചെയ്തതായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ LED പ്രൊജക്ടർ ഫോഗ് ലാംപ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അത് ഹാലജൻ ആയിരുന്നു. പിന്നെ ഓപ്ഷണലായിട്ടൊക്കെ ആയിരുന്നു പണ്ട് വണ്ടി ഇറക്കിയ സമയത്ത് അവർ ഫോഗ് ലാമ്പും അതുപോലെ അലോയ്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അലോയ്സും ഫോഗ് ലാമ്പും എല്ലാം തന്നെ നമുക്ക് ടോപ്പ് എൻഡിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ബാക്കി ഡിസൈനിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ഈവൻ അലോയ് വീൽസിൻ്റെ ഡിസൈൻ ആണെങ്കിലും സൈസ് ആണെങ്കിലും എല്ലാം എക്സാക്ട്ലി സെയിം തന്നെയാണ്. ORV മൗണ്ടഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ ഓട്ടോ ഫോൾഡ് മിറേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഏറ്റവും കൂടുതൽ മാറ്റണം എന്ന് പറയുന്നൊരു സാധനം ഇതിൻ്റെ ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആയിരുന്നു. അതെന്തായാലും മാറ്റിയിട്ടില്ല. പക്ഷേ അത് വിഷ്വലി കാണുമ്പോഴുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് അത്ര വലിയ ക്വാളിറ്റി കുറവൊന്നും തോന്നുന്നില്ല. ഒരു ആവറേജ് ആയിട്ടായിരുന്നു. പിന്നെ ഈ സെഗ്മെൻറ്റ് വലിയ കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ C3 എയർക്രോസിലേക്കൊക്കെ പോകുമ്പോഴാണ് പിന്നെ കുറച്ച് മോശമാകുന്നത്. ഇനി റിയറിലോട്ട് വരികയാണെങ്കിൽ C3X എന്ന് പറഞ്ഞ് പുതിയ ബാഡ്ജ് വന്നിട്ടുണ്ട്. അല്ലാതെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ബാക്കിലത്തെ ടെയിൽ ലാംപ്സ് കൂടെ അവർക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ LED ആക്കാമായിരുന്നു. അപ്പോൾ വണ്ടിക്ക് നല്ലൊരു ലുക്ക് ബാക്കിൽ നിന്നും കൂടെ പ്രീമിയം ആയിട്ട് വന്നേനെ. ബാക്കിലിപ്പം മറ്റേ വൈപ്പറും സാധനങ്ങളൊക്കെ അവർ ഓൾറെഡി പണ്ട് ആഡ് ചെയ്തായിരുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇൻറ്റീരിയറിലാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവർ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ലെതറൈറ്റ് ഫിനിഷുള്ള ഡാഷ്ബോർഡാണ് ഇതിൻ്റെ അകത്ത് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ AC വെൻസ് ഒക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു പോർഷൻ്റെ അകത്തായിട്ട് മൊത്തം ലെതറൈറ്റ് ഫിനിഷാണ് വരുന്നത്. അത് ഡാർക്ക് എഡിഷൻ ഇറക്കിയ സമയത്ത് അവർ കൊടുത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്റ്റാൻഡേർഡ് മോഡൽസിലെല്ലാം നമുക്കത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള പ്രീമിയം ഫിനിഷ് നമുക്ക് ഡാഷ്ബോർഡിൽ കുറച്ച് ഇമ്പ്രൂവ് ആയതുപോലെ തോന്നും. ഓവറോൾ ഡോറിലുള്ള മെറ്റീരിയൽസ് അതൊന്നും അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ തൊടുന്ന സ്ഥലത്തുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തു. അത് നല്ല കാര്യമാണ്. അതിന് പുറമെ ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ അവർ ആഡ് ചെയ്തു. ഇതുവരെ അവർ ആഡ് ചെയ്യാത്തൊരു ഫീച്ചറായിരുന്നു. അവരുടെ C3 എയർക്രോസ് പോലുള്ള വാഹനങ്ങളിൽ മിസ് ഔട്ട് ആയിരുന്നൊരു സംഭവമായിരുന്നു. അത് വന്നിട്ടുണ്ട്. ആൻഡ് ഓട്ടോ ഡിമ്മിങ് IRBM വന്നിട്ടുണ്ട്. എഗെയിൻ ഈ സെഗ്മെൻറ്റ് അധികം കോമൺ ആയിട്ട് കാണാത്തൊരു സംഭവമാണ്. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ഓട്ടോ AC അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. ഓട്ടോ AC നേരത്തെ ഉണ്ടായിരുന്നു, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലായിരുന്നു. എഗെയിൻ ആ C3 എയർക്രോസ് പോലുള്ള വണ്ടികളിൽ മിസ് ഔട്ട് ആയിരുന്ന സംഭവമായിരുന്നു. ഇപ്പോൾ അവർ C3X അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, റിക്വസ്റ്റ് സെൻസർ ഇല്ലാതെ തന്നെ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവും. വണ്ടിയിൽ നിന്ന് ദൂരേക്ക് പോകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുന്ന ഫീച്ചറൊക്കെ തന്നെ വരുന്നുണ്ട്. ബട്ടൺ ഞെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് റെനോയിലൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. കീയും ഇവർ മിക്കവാറും മാറ്റി കാണും. പുഷ് ബട്ടൺ ആക്കിയതുകൊണ്ട് മാറ്റാത്ത കമ്പനികളും ഉണ്ട് സാധാരണ ഫ്ലിപ്പ് കീ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മഹീന്ദ്ര ഫോക്സ് വാഗനൊക്കെ സാധാരണ ഫ്ലിപ്പ് കീ ആണ്. പക്ഷേ അത് മാറ്റിയാൽ മതിയായിരുന്നു. കാരണം കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു കീ അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അടുത്ത ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് 360° പാർക്കിംഗ് ക്യാമറയാണ്. ഈ സെഗ്മെൻറ്റിൽ ആരും കൊടുക്കാത്തൊരു സംഭവമാണ്. നമുക്ക് ബലേനോ മുതലാണ് ഇത് കിട്ടുന്നത്. സ്വിഫ്റ്റിലൊന്നും ഇല്ല, ഡിസൈറിലാണുള്ളത്. സോ തീർച്ചയായും ഈ പ്രൈസ് പോയിന്റിൽ ഈ വണ്ടി ഇത് ഓഫർ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സെട്രോയിൻ അത് കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് വേറൊരു കാര്യം. സാധാരണ വളരെ കൺസർവേറ്റീവ് ആയിട്ട് ആലോചിക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു. ഇപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ ഈ സെഗ്മെൻറ്റിൽ വരെ അവർ ഈ ഫീച്ചേഴ്സൊക്കെ കൊടുത്തു തുടങ്ങി. ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പം സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. 3 സ്പോക്കാണ്. 10.25 ഇഞ്ചസിന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡിലാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആഡ് ചെയ്തതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു ലേഔട്ടിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും തന്നെ അവർ കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് Type-C ചാർജിങ് പോർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അതില്ലായിരുന്നു. അതുപോലെ ഓട്ടോമാറ്റിക് ഓൾറെഡി അവൈലബിൾ ആയിരുന്നു ടർബോയുടെ കൂടെ. അതിലേക്കും വരാം, അതായത് പവർ ട്രെയിൻ ഓപ്ഷൻസിലേക്ക്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്കൊരു കാര്യം അവർ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയിരുന്നത് ഇതിൻ്റെ AC വെൻസിൻ്റെ ക്വാളിറ്റിയാണ്. അത് ഭയങ്കര ഫ്ലിംസി ആയിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെന്തായാലും പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം, ബസാൾട്ട് ആയിക്കോട്ടെ, C3 എയർക്രോസ് ആയിക്കോട്ടെ, C3 ആയിക്കോട്ടെ, മൂന്നെണ്ണത്തിലും AC വെൻസ് ഭയങ്കര ലൂസായിട്ടിരിക്കുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ടായിരുന്നു. പിന്നെ ഡോർ പാഡ്സ്, ഡോർ, അതിൻ്റെയൊക്കെ ഡിസൈൻ സാധനങ്ങളൊക്കെ സെയിം ആണ്. സിൽവർ ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോസിന് ഇപ്പോൾ എല്ലാത്തിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്വിച്ചാണ്. അത് അവർ കഴിഞ്ഞ അപ്ഡേറ്റിൽ മാറ്റിയതാണ്, പുതിയ സംഭവമൊന്നുമല്ല. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ ബാക്കിൽ കൊടുക്കാമായിരുന്നു. 2 വരുന്നുള്ളൂ, പക്ഷേ അത് ഫിക്സ്ഡ് ആണ്. അത് അഡ്ജസ്റ്റബിൾ കൊടുത്തിരുന്നത് നല്ലതായിരുന്നു. പിന്നെ നമുക്ക് ബാക്കിൽ ആം റെസ്റ്റ് ഒന്നും വരുന്നില്ല. പിന്നെ സെൻറ്റർ ഹെഡ് റെസ്റ്റും വരുന്നില്ല. 3-point സീറ്റ് ബെൽറ്റ് അവർ കഴിഞ്ഞ അപ്ഡേറ്റിൽ ആഡ് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ Type-C ചാർജിങ് പോർട്ട് വന്നിരിക്കുന്ന ബാക്കിലാണ്. ആൻഡ് അവിടെ ഒരു ബോട്ട് ഹോൾഡർ ഉണ്ട്, അത് നേരത്തെ ഉണ്ടായിരുന്നു.
ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം ഈ വണ്ടി ഇപ്പോൾ വാല്യൂ ഫോർ മണി ആയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വളരെ നന്നായിട്ടായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ റീസൺ വളരെ വളരെ സിമ്പിളാണ്. അവരിതിൻ്റെ പ്രൈസ് കുറച്ചു. പ്രൈസിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ പവർ ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ അതിലൊരു വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പ്യുവർടെക് 82 എന്ന് പറഞ്ഞാൽ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ഉണ്ട്. പേര് പോലെ 82 PS പവറും അതുപോലെ 115 Nm ടോർക്കുമാണ് വരുന്നത്. 5 സ്പീഡ് മാനുവൽ മാത്രമേ അത് കിട്ടുന്നുള്ളൂ. അതിന് പുറമെ നമുക്ക് 1.2 3 സിലിണ്ടർ ടർബോ പെട്രോൾ ഉണ്ട്. പ്യുവർടെക് 110 എന്നാണ് ആ എഞ്ചിൻ്റെ പേര് പോലെ അഗൈൻ 110 PS പവറും 190 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക്കാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ടർബോയിലാണ് ആകപ്പാട് ഓട്ടോമാറ്റിക് കിട്ടുന്നത്. അത് 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ആണ്. മാനുവൽ ആണെങ്കിൽ 6 സ്പീഡ് മാനുവലാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി 205 Nm വരെയുള്ള ടോർക്കും വരുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഹയസ്റ്റ് ആണത്. ഇനി നമുക്ക് പ്രൈസിലേക്ക് വരാം, കാരണം അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പഴയ പ്രൈസ് ലെഫ്റ്റ് സൈഡിലും പുതിയ പ്രൈസ് റൈറ്റ് സൈഡിലായിട്ട് കാണാം. വേരിയൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ പുതിയ എക്സ് എന്ന് പറഞ്ഞ മോഡൽ ഷൈൻ വേരിയൻസിലായിട്ടാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴത്തുള്ള ലിവ് ആയിക്കോട്ടെ, ഫീൽ ഓപ്ഷണൽ ആയിക്കോട്ടെ. ഇതിനകത്ത് ഫീൽ ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് ആക്ച്വലി കുറച്ച് പുതിയതാണ്. അവരിതിൻ്റെ വേരിയൻസിൻ്റെ ലൈനിപ്പോൾ മൊത്തത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ടുണ്ട്, ഫീച്ചേഴ്സും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബേസ് മോഡലിൻ്റെ പ്രൈസ് 98,000 വരെയാണ് അവർ കുറച്ചിരിക്കുന്നത്. അതൊരു വലിയ ഡ്രോപ്പാണ്, പ്രത്യേകിച്ച് ഈ പ്രൈസ് പോയിന്റിലുള്ള വണ്ടി എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ. നേരത്തെ 6.23 lakhs ആയിരുന്നു ലിവ് മോഡലിൻ്റെ പ്രൈസ്, അതിപ്പം 5.25 lakhs ആക്കിയിട്ടുണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഡ്രോപ്പാണ്. അതിൻ്റെ മുകളിലേക്ക് ഫീൽ ആയിക്കോട്ടെ, ഫീൽ ഓപ്ഷണൽ ആയിക്കോട്ടെ തുടങ്ങിയ വേരിയൻസിലേക്ക് വരികയാണെങ്കിലും 25,000 രൂപ വരെ പ്രൈസ് കുറച്ചായിട്ട് കാണാം. ഇനിയിപ്പം ഷൈൻ ആണെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് പ്രൈസ് ഡ്രോപ്പ് കാണാം, 25,000 രൂപയാണ്. ടർബോ വേരിയൻസിലേക്ക് വരികയാണെങ്കിൽ 10,000 മുതൽ 15,000 രൂപ വരെയാണ് അവർ പ്രൈസ് കുറച്ചിരിക്കുന്നത്. ഇപ്പോൾ പുതിയ മോഡലിന് മാക്സിമം പ്രൈസ് 9.9 lakhs വരെയാണ് പോകുന്നത്. അത് ഷൈൻ ടർബോ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസാണ്. ഇനി ഷൈൻ മാനുവൽ ഷൈൻ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ 9.11 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് ടർബോ മോഡലിൻ്റെ. ഇനി അതല്ല നിങ്ങൾക്ക് നോർമൽ എണ്ണ പെട്രോൾ മതിയെങ്കിൽ 7.91 lakhs നിങ്ങൾക്ക് വണ്ടി കിട്ടും. അത് മാനുവൽ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നമാണ് ആകെ വരുന്നത്. പക്ഷേ 7.91 lakhs നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ബാക്കി അത്രയും ഫീച്ചേഴ്സ് ഉള്ളത്. സോ എനിക്ക് തോന്നുന്നില്ല ഈ പ്രൈസ് പോയിന്റിൽ വേറെ വണ്ടികളൊന്നും ഇത്രയും കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഇനിയിപ്പോൾ എന്തായാലും പ്രൈസ് ടു ഫീച്ചേഴ്സിൻ്റെ ഒരു പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ C3 ഉറപ്പായിട്ടും ആ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് യാതൊരു സംശയമില്ലാതെ പറയാം. ബാക്കിയുള്ള വണ്ടികൾ ഇപ്പോൾ ബസാൾട്ട് C3 എയർക്രോസ് അതിൻ്റെ അകത്തൊക്കെ അവരൊരു സൺറൂഫും കൂടെ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം കുറച്ചും കൂടെ ആൾക്കാർക്ക് വേർത്തിട്ടായിട്ട് തോന്നുമായിരിക്കും. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ്, അതുപോലെ ലെതററ്റ് സീറ്റ് കവേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും. ഇതിൻ്റെ അകത്ത് പക്ഷേ C3 ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന വണ്ടി എന്നുള്ള രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും ഫീച്ചേഴ്സ് തന്നെ ഈ വാഹനത്തിൽ ധാരാളമാണ്. മാത്രമല്ല പ്രൈസ് ആണെങ്കിലും അവർ കറക്റ്റ് ഓൺ ചെക്കാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ പ്രൈസിനെ പറ്റിയും അതുപോലെ ഇവരുടെ ഈ പുതിയ വണ്ടിയെ പറ്റിയും തോന്നുന്നത് എന്ന് താഴെ കമൻസിൽ പറയാം. C3 X ആണ് 2.0 പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ ആദ്യമായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന വണ്ടി. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഫീച്ചേഴ്സൊക്കെ ഉറപ്പായിട്ടും ബസാൾട്ടിലും C3 എയർക്രോസിലും ആഡ് ആവും. അതിൻ്റെ കൂടെ ഇനി അവരെന്തെങ്കിലും ആഡ് ചെയ്താലേ ഉള്ളൂ. പക്ഷേ ടെസ്റ്റിംഗ് വണ്ടി C3 എയർക്രോസ് കണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്കും കാണിച്ചിട്ടുണ്ട് ആ വണ്ടി. അതിൻ്റെ അകത്ത് പക്ഷേ സൺറൂഫ് ഒന്നും അവർ ആഡ് ചെയ്തിട്ടില്ല. സോ മിക്കവാറും ഇത്രയും ഫീച്ചേഴ്സൊക്കെ തന്നെ അതിൻ്റെ അകത്ത് വരാനുള്ള സാധ്യത ഉള്ളൂ. അവിടെയാണൊരു പ്രശ്നം വരുന്നത്. ഈ വണ്ടിയിൽ ഇത് ഓക്കെയാണ്, പക്ഷേ ഇതിൻ്റെ പ്രീമിയം പ്രൈസുള്ള വണ്ടികളിലേക്ക് വരുമ്പോഴേക്കും അത് ഓക്കെ ആണോ എന്ന് ആൾക്കാർ ചോദിക്കും. മാത്രമല്ല ആ പ്രൈസ് എന്ന് പറയുമ്പം നമുക്ക് ഇഷ്ടം പോലെ വാഹനങ്ങൾ ഒരു ലോഡ് ഫീച്ചേഴ്സ് വെച്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെയും ചിലപ്പോൾ കുറച്ച് പ്രശ്നമാകുമായിരിക്കും. എനിവേ അത് നമുക്ക് അപ്പം നോക്കാം. ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് കൂടെ ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.